കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അച്ചാറിടാലോ എന്ന് വെച്ചിട്ട് രാത്രി തന്നെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് അച്ചാറിടാൻ സുഖമാണല്ലോ. അപ്പോൾ അത് വേഗം കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി വെച്ചിട്ടാ. മാങ്ങ ഇവിടെ കിട്ടിയപ്പോൾ തുടങ്ങി അച്ചാറിടണം എന്ന് മക്കളിവിടെ പറയണതാണ്. മൂത്താൾക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഉപ്പും തിരുമ്മി വെച്ചു. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ എഴുന്നേറ്റിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് ആലോചിച്ച് സ്റ്റെക്കാവും കേട്ടോ. അപ്പോൾ തോന്നുന്ന ഐഡിയയാണ് മുട്ടയും പഴവും കൂടി ഒരേ ഇഡ്ഡലി ചെമ്പിൽ തന്നെ അങ്ങോട്ട് വെച്ച് പുഴുങ്ങിയിട്ട് കഴിക്കാമെന്ന്. കാര്യം സിമ്പിളുമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. ചില മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ വേഗം ഞാനത് അങ്ങോട്ട് വെച്ചുകൊണ്ട് അലക്കാനിട്ടു കേട്ടോ. പിന്നെ അതാ മാങ്ങ അച്ചാറിടാനുള്ള പ്ലാൻ ബി ആയിട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും അത് ഉപ്പും മുളകും സുർക്കയും ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് 2 മാങ്ങ മാറ്റിയിട്ട് ഞാൻ കടുമാങ്ങ ആക്കിയിട്ടാണ്. കാരണം മൂത്താൾക്ക് എരിവും പുളിയാണ് ഇഷ്ടമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് മധുരമുള്ള കറികളാണ് ഇഷ്ടം. മൂന്നാമത്തെ ആൾ ഇതെല്ലാത്തിലും പെടും. അപ്പോൾ മാങ്ങയുടെ സെക്ഷൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ചക്കയിലോട്ട് ഇറങ്ങിയിട്ടാണ്. ചക്ക കട്ട് ചെയ്യണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം അതൊരു 1.5 മുറിക്കലായിരുന്നു. ചക്ക വേഗം കട്ട് ചെയ്തിട്ട് കുറച്ച് ഒലത്തുകയും ചെയ്തു, പിന്നെ കുറച്ച് വറക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം ചക്കയുടെയും മാങ്ങയുടെയും കൂടെ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.